It's not just the gold smuggling case. അതിൽ മാത്രമുള്ള തെളിവുകൾ സ്വപ്നയുടെ കയ്യിലുണ്ടോ? I know a lot and much more. ജനങ്ങളുടെ ഡേറ്റാബേസ് വിൽക്കുക. ശൈലജ ടീച്ചർ ഓപ്പൺ ഫൈറ്റ് നടത്തി. Think about the commission then. For the family of Honorable Chief Minister. എയർപോർട്ടിൽ അദാനി ഗ്രൂപ്പിനെ കൊണ്ടുവന്നതാരാ? I was shocked. ശിവശങ്കർ is the master brain. പ്രതിയേക്കാൾ അപ്പുറം ഇപ്പൊ ഭയമാണ്. ഞാൻ മനസ്സിലാക്കുന്ന സ്വപ്ന അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമാണ്. ഒരു തൊഴിലാളി എന്ന നിലയിൽ UAE കോൺസുലേറ്റിലെ ജീവനക്കാരി എന്ന നിലയിൽ സ്വപ്നയ്ക്ക് ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നു. അത് നിയമപരമായി തെറ്റാണെന്ന് സ്വപ്ന അംഗീകരിക്കുന്നു. പക്ഷേ ഇപ്പോൾ അതൊരു വലിയൊരു ശൃംഖലയുടെ ഭാഗമായി ഒരു ജീവനക്കാരി എന്ന നിലയിൽ ശമ്പളം മാത്രം കൈപ്പറ്റിക്കൊണ്ട് അതിൻ്റെ ഭാഗമായി ചെയ്ത് സ്വപ്ന മാത്രം വില്ലെത്തിയാവുകയും ഈ ഒരു വലിയ മാഫിയ സംഘം, അത് കോൺസുലേറ്റിൽ ഉദ്യോഗസ്ഥരുണ്ട്, മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന് കുടുംബവുമുണ്ട്, മറ്റ് രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സ്വപ്ന മാത്രം ടാർഗറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണല്ലേ യഥാർത്ഥത്തിൽ സ്വപ്നയുടെ പ്രശ്നം? സ്വപ്ന മാത്രം ടാർഗറ്റ് ചെയ്യപ്പെടുന്നു. അത് പ്രശ്നമല്ല, അതാണ് ഇവിടുത്തെ വിഷയം. ഓക്കെ, അതാണ് ഇവിടുത്തെ വേദന. ഓക്കെ. നമ്മളെ കേരളത്തിൽ എല്ലാവരും പറയുന്നത് സ്ത്രീ എംപവർമെൻറ്റ്, വിമൻ എംപവർമെൻറ്റ്, വിമണിനെ മുന്നോട്ട് കൊണ്ടുവരിക. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഒരു വുമണിനെ ഉപയോഗിച്ചിട്ട് ദേ ആർ എക്സ്പ്ലോയിറ്റിംഗ് ഹെർ ആൻഡ് സ്റ്റിൽ ദേ ഡു നോട്ട് ലീവ് ഹർ ടു ലിവ് ഹർ ലൈഫ്. ഓക്കെ, യു ടേക്ക് എ ഷുഗർ കെയിൻ, യു ഡ്രിങ്ക് ദ ജ്യൂസ്, but then you forget about the balance, the remains of it. You really forget it. Means you throw it in a dustbin. Why are you taking it, keeping it with you and stamping on it again and again and again? So that you leave no mark behind. അതായിരിക്കാം ഇതിൻ്റെ അജണ്ട. Leave no mark behind. Because ഞാനെന്ന വ്യക്തിയെ പൂർണ്ണമായി ഇറേസ് ചെയ്ത് കഴിഞ്ഞാൽ then probably they will be having a very good clean chit. അതായത് ഇത് സംഭവിച്ചു, ആ സംഭവിച്ചതിൻ്റെ അന്വേഷണം നടക്കട്ടെ, ശിക്ഷ ഉള്ളത് കിട്ടട്ടെ. പക്ഷെ അത് എല്ലാവരും, അത് പങ്കെടുത്ത എല്ലാവർക്കും അതിന് തുല്യമായ, അതെ, ഞാൻ മാത്രമല്ല. ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ ഞാൻ പറയാൻ കാര്യം, ഞാനെന്ന ജോലിക്കാരി അല്ലെങ്കിൽ ഞാനെന്ന സ്വപ്ന സുരേഷിൻ്റെ ഡിഗ്രി ഓഫ് ഇൻവോൾവ്മെൻറ്റ്, മറ്റുള്ളവരുടെ ഡിഗ്രി ഓഫ് ഇൻവോൾവ്മെൻറ്റ്, ശിവശങ്കർ സാർ എന്ന് പറയുന്ന വ്യക്തിയുടെ ഡിഗ്രി ഓഫ് ഇൻവോൾവ്മെൻറ്റ്, ഇതെല്ലാം കോടതിയുടെ മുമ്പേ വന്നതിന് ശേഷം കോടതി എന്ന് പറയുന്ന നമ്മളെല്ലാവരും റിലൈ ചെയ്യുന്ന വിച്ച് ഡസ് നോട്ട് ഹാവ് എനി പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഹൗ ഇറ്റ് ഹാപ്പൻഡ്, ഹൂ ഡിഡ് ഇറ്റ്, ആൻഡ് ദിസ് ഇസ് വാട്ട് വി ഹാവ് ടു ഗിവ്. ഇവിടെ ഒരു വലിയ പ്രശ്നമുള്ളത് രണ്ടാണ്. ഒന്ന്, നിയമ സംവിധാനത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിരപരാധിയാണോ അല്ലെങ്കിൽ നമ്മുടെ ഇൻവോൾവ്മെൻറ്റ് കുറവാണോ എന്നൊന്നും ബാധകമല്ല. ഇതൊക്കെ കോടതി എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നതാണ്. ഇപ്പം സർക്കാർ എന്ന് പറയുന്ന സംവിധാനം, അവരുടെ വലിയ അഭിഭാഷക വൃന്ദങ്ങൾ അവർക്ക് വേണ്ടി നിൽക്കുമ്പോൾ സ്വപ്നയ്ക്ക് എങ്ങനെ അത് അവതരിപ്പിച്ച് നീതിമതിയാണ് എന്ന് ബോധ്യപ്പെടും? അതിന് മാത്രമുള്ള തെളിവുകൾ സ്വപ്നയുടെ കയ്യിലുണ്ടോ? That is what I said. 164 along with all the substantiating evidences are with the NIA court in court's custody now, provided they have not tampered it. Because അന്വേഷണ ഏജൻസിയെ പറയാൻ എനിക്ക് അധികാരമില്ല, ഞാനൊരു പ്രതിയാണ്. പ്രതിയേക്കാൾ അപ്പുറം ഇപ്പം ഭയമാണ്. ബിക്കോസ് ഞാൻ ആദ്യം ശിവശങ്കർ സാറിൻ്റെ യഥാർത്ഥ നിറം മനസ്സിലാക്കുന്നത് NIA കസ്റ്റഡിയിൽ ഒരു കൺഫറൻറ്റേഷനിലാണ്. അറിയത്തില്ല എന്ന് പറഞ്ഞല്ലേ? അതെ, അല്ലല്ല, അത് കസ്റ്റംസിലാണ്. അതിന് തൊട്ട് മുമ്പാണ്, ഒക്ടോബർ മാസമാണെന്ന് തോന്നുന്നു, NIA കസ്റ്റഡിയിൽ വന്നപ്പോൾ അദ്ദേഹം കൺഫറൻറ്റേഷന് കൊണ്ടുവന്ന് എന്നെ മുറിയിൽ ഒരു ഓഫീസേഴ്സ് ഇരുത്തുന്നു. അന്ന് അതിൻ്റെ SP എന്ന് പറയുന്ന രാഹുൽ എന്ന് പറയുന്ന സാറായിരുന്നു. ഈ കൺഫറൻറ്റേഷൻ ഞാൻ മറ്റ് ഏജൻസികളിൽ അല്ലെങ്കിൽ NIA തന്നെ ശരത്ത് സന്ദീപിൻ്റെ കൂടെയൊക്കെ കൺഫറൻറ്റേഷൻ കഴിഞ്ഞതാണ്. അപ്പോൾ കൺഫറൻറ്റേഷൻ എന്താണ്, അതിൻ്റെ സിസ്റ്റം എന്താണെന്ന് ഞാൻ ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞു.
പക്ഷെ NIA കസ്റ്റഡിയിലെ കൺഫ്രണ്ടേഷനിൽ ഞാൻ കണ്ട ഒരു കാഴ്ച, ശിവശങ്കർ സാർ പോക്കറ്റിൽ ഫോണും വെച്ചുകൊണ്ടാണ് വരുന്നത്. That is when I realized I'm trapped. That's the point that I realized, oh shit, I am where. ആ ഒരു റിയലൈസേഷൻ എന്ന് പറയുന്നത് was really shocking. He comes there. It's a confrontation. He could be or he can be accused for UAPA, which is terrorist. So a confrontation is happening in an investigating agency. Why, when and why? It is because there is some elements of suspicions of the other person's involvement. അതിൻ്റെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി കൺഫ്രണ്ടേഷൻ ചെയ്യുന്നത്. റൈറ്റ് ഓർ റോങ്? മനസ്സിലായി. So he comes and he sits. ജനങ്ങൾ ഡ്രാമ ആണെന്നൊന്നും പറയാതിരിക്കാൻ ഞാൻ വളരെ വളരെ ട്രാൻസ്പാരൻ്റ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഐ എം നോട്ട് വെൽ. ഹി സെറ്റ്സ് ലൈക്ക് ദിസ്. സെറ്റ്സ്, മക്കളെ ഞാൻ നോക്കിക്കോളാം, പക്ഷെ രാഹുൽ മീഡിയ സമ്മതിക്കത്തില്ല. സ്വപ്നം ഒരു കാര്യം ചെയ്യൂ, ഐ കനോട്ട് കീപ് മൈ, ഒരു 7-8 മാസം മിണ്ടാതെ ജയിലിൽ കിടക്കും. You will come out. We are all here. Why would he say that? Why would he assure me? He was accused. He has not been accused in the NIA case. Okay. He is still not accused. Okay. ബാക്കിയുള്ള എല്ലാ കേസിലും accused. മനസ്സിലായി. The degree of involvement of Mr. Shiv Shankar and myself is the same. In fact, his is more, not mine. ശിവശങ്കറിന്റെ റോള് ആരാണ് ഇതിന് യഥാർത്ഥ മെയിൻ വില്ലൻ? ശിവശങ്കറോ, മുഖ്യമന്ത്രിയോ, ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് കോൺസുലേറ്റോ? കോൺസുലേറ്റ്, ഓഫ് കോഴ്സ്. അല്ല, അവരാണ് മെയിൻലി. ഓഫ് കോഴ്സ് കോൺസുലേറ്റ്. അല്ല, അപ്പം ശിവശങ്കറിന് എന്താ ഫെസിലിറ്റേഷൻസും ഈ കാര്യങ്ങളും എല്ലാം അറിയാമെന്നുള്ളതും ഈ വ്യക്തി മറ്റു വ്യക്തികളെ അറിയിച്ചുകൊണ്ടേ കാര്യങ്ങൾ ചെയ്യാറുള്ളൂ. ഞാൻ ചോദിക്കുന്നത്, മെയിൻ വില്ലൻ ഈ കൂട്ടത്തിൽ ശിവശങ്കർ അല്ലേ? അതെ, 100%. ഇത് ശിവശങ്കറുമായിട്ടുള്ള ഈ കസ്റ്റഡിയിൽ ആയതിനു ശേഷമാണ് ശിവശങ്കറിന് മുഖം അറിയുന്നത് പോലും അല്ല, അതുവരെ ശിവശങ്കറാണ് ആശ്രയിച്ചിരുന്നത്. അതെ അതെ, 100% വിശ്വസിച്ചിരുന്നത്. എന്താണ് ശിവശങ്കറുമായിട്ടുള്ള ബന്ധം ഇത്ര വളരാൻ കാരണം? ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ വീട്ടിൽ മൊത്തം പ്രോബ്ലംസാണ്. ആരോടൊന്നും തുറന്നു പറയാൻ പറ്റത്തില്ല. ഈ ഒറ്റയാൾ പട്ടാളം പോലെ വർഷങ്ങളായിട്ട് ഓടി നടക്കുക. എനിക്കിവിടുത്തെ ലോ അറിയില്ല, എനിക്കിവിടുത്തെ പൊളിറ്റിക്സ് അറിയില്ല, ഇന്നും അറിയില്ല, അന്നും അറിയില്ല. നമുക്ക് തുറന്ന് ചോദിക്കാനോ ഗൈഡൻസ് എടുക്കാനോ, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ കോൺസുലേറ്റിൽ ഇങ്ങനത്തെ വളരെ അൺഎത്തിക്കലായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അതിന് സഹായിക്കുന്നത് ശിവശങ്കർ സാറാണ്. അതറിയായിരുന്നു, അപ്പം തന്നെ മനസ്സിലായി. ലൈക്ക് അതെനിക്ക് വേണ്ടി, ഞാനല്ലല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്കാരനാണ് എല്ലാത്തിനും യെസ് മൂളി എല്ലാം ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. എന്നോട് പറഞ്ഞിരിക്കുന്നത് ഹോണറബിൾ ചീഫ് മിനിസ്റ്ററിനോട് പറഞ്ഞിട്ടാണ് എല്ലാം ചെയ്യുന്നത്. ഇൻഫാക്ട് എൻ്റെ ഫോണിൽ മെസ്സേജ് വരെ ഉണ്ട്, അതിൻ്റെ എവിഡൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പേടിക്കാനില്ല. നമ്മൾ ശമ്പളം വാങ്ങിച്ച് നമ്മൾ ഒബേ ചെയ്യുന്നു. ഉത്തരവാദിത്തമുള്ളവര് ഇതിൽ ഇൻവോൾവ് ആവുമ്പോൾ പിന്നെ ഇങ്ങനെ ഒരു ക്രൈം നടക്കുന്നു എന്ന് പിന്നെ ആരോടാ പോയി പറയണ്ടേ? ആരോടാണ് ഞാൻ പോയി പറയണ്ടേ? മനസ്സിലാകുന്നുണ്ട്. അതായത് ഒന്ന് കോൺസുലേറ്റിന് അറിയാം. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യുന്ന ഈ അവസ്ഥയിൽ എനിക്ക് ഇത്രമാത്രം പ്രശ്നങ്ങളാണ് ലോകം അറിയുന്ന രീതിയിൽ. അപ്പൊ ഞാൻ ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരോട് എനിക്ക് തിരിഞ്ഞു നിൽക്കാൻ പറ്റുമോ? എനിക്ക് അവരെ ആശ്രയിച്ച് തന്നെ ആവണം. മാത്രമല്ല എനിക്ക് എൻ്റെ ശമ്പളം, എൻ്റെ ജോലി, എൻ്റെ മക്കള്, ഞാനില്ലെങ്കിൽ അവർ വേറൊരാളിനെ ഉപയോഗിച്ച് ചെയ്യും. ബിക്കോസ് എല്ലാവരും പവർഫുൾ ആയിട്ടുള്ള ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഐഡന്റിറ്റീസാണ്. ഇവിടുന്ന് സ്വർണം, ഇതിന്റെ ചെയിൻ അറിയാമോ? ഇത് ആരാണ് അവിടെ സ്വർണം കൊടുക്കുന്നത്? ഇവിടെ വന്ന് എങ്ങോട്ടാണ്? All that is a part of the case. Let's respect the legal system and the legal side of it, because I still believe ഒരു further investigation ഉണ്ടാവും. സോ നമ്മളതൊരു പബ്ലിക് ഡൊമൈനിലോട്ട് നമ്മളത് പറയുമ്പോൾ അതിൻ്റെ ജെന്യുവിനിറ്റി നഷ്ടപ്പെടുക. ഇൻഫാക്ട്, സോറി ടു interrupt. In fact, I am not going to do any exclusives with anyone. I'm not going to give any interviews regarding the case. Believe me, I did not have any plan to have an interview with you as well. But the viewers
ഓഫ് മറുനാടൻ മലയാളി കുറേ ജെന്യുവൻ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഞാൻ ഈ മറുനാടൻ മലയാളി ഞാൻ ഇൻ്റർവ്യൂവിന് വന്നതിന് ശേഷമാണ് കേൾക്കുന്നത്. മമ്മി പറഞ്ഞു ജനങ്ങൾ മൊത്തം പറഞ്ഞു നോ. പക്ഷേ ദ വ്യൂവേഴ്സ് ഇൻ മറുനാടൻ മലയാളി ആർ ക്വൈറ്റ് ജഡ്ജ്മെൻറ്റൽ അബൌട്ട് ദ റിയാലിറ്റി. Very genuine viewers are there. Out of 10, you can say all 10 are genuine. I believe in that viewers. I don't believe in others. I don't know Maranadan Malayali. I'm not interested in, I'm not here to do promotion for anybody. ഞാൻ എക്സ്ക്ലൂസീവ് ചെയ്യില്ല. പബ്ലിസിറ്റി സ്റ്റണ്ട് എനിക്ക് വേണ്ട. എനിക്ക് പൊളിറ്റിക്കൽ അജണ്ട ഇല്ല, സെലിബ്രിറ്റി അജണ്ട ഇല്ല, അങ്ങനത്തെ ഒരു അജണ്ട എനിക്കില്ല. ഒന്നുകൂടി ചോദിക്കട്ടെ, ഈ ശിവശങ്കറുമായിട്ടുള്ള ബന്ധം അതാണ് ഏറ്റവും കൂടുതൽ ഹർട്ട് ചെയ്തിരിക്കുന്നത്. ഏതർത്ഥത്തിലൊക്കെ ശിവശങ്കർ വഞ്ചിച്ചിട്ടുണ്ട്? Personally, professionally, and I think that's the only two elements in a human being, in all respects. Now, he is joined hands with my ex-husband Jayashankar, ex എന്ന് പറയാൻ ഡിവോഴ്സ് ആയിട്ടില്ല, സന്ദീപ് നായർ, ഹാബിച്വൽ ഒഫൻഡർ. അങ്ങനെ തുടങ്ങിയ ഒരു ചീപ്പ് ലെവലിലുള്ള എനിക്കെതിരെ വെപ്പൺസ് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ കുറേ ആൾക്കാരെ കൂട്ടിയിട്ടാണ് പുള്ളിക്കാരൻ സൈലൻ്റ് ഓപ്പറേഷൻ നടത്തുന്നത്. എവിടെ ഒളിച്ചിരുന്നാലും ദൈവം വെളിയിൽ കൊണ്ടുവരും. ബിക്കോസ് ഒരു സ്ത്രീയെ നശിപ്പിക്കുക എന്ന് പറയുന്നത് ദൈവം പോലും സഹിക്കില്ല. സോ പിന്നെ ഒരുപാട് ആരോപണങ്ങൾ ആ സമയങ്ങൾ ഉയർന്നതിൽ ഒന്നാണ് സ്പ്രിംഗ്ലർ. അത്തരം വിഷയങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ധാരണ സ്വപ്നക്കുണ്ടോ? ശിവശങ്കരോട് സംസാരിച്ചിട്ടുണ്ടോ? 100% അറിയാം. സ്പ്രിംഗ്ലറിനെ കുറിച്ച് എന്തെങ്കിലും പറയാം? ഈ സ്പ്രിംഗ്ലർ എന്ന് പറയുന്ന പ്രോജക്റ്റിനെ കുറിച്ച് പദ്ധതി എന്തായിരുന്നു? ജനങ്ങളുടെ ഡേറ്റാബേസ് വിൽക്കുക. ആൻഡ് ദേ ആക്ച്വലി ഡിഡ് ഇറ്റ്. They actually sold the database of the people of Kerala. സ്പ്രിംഗ്ലറിന് കൊടുത്തോ അത് വേറെ എവിടെയും കൊടുത്തോ? US based കമ്പനി ഉണ്ടല്ലോ ഒരു ലേഡിയുടെ സ്പ്രിംഗ്ലർ, അവർക്ക് വിറ്റു. They actually did it. Shivshankar came to my house and told me that they have taken immense crores of commission. ഇത് എൻ്റെ കേസിനെ ബാധിക്കുന്നതല്ലാത്തതുകൊണ്ട് I can tell you. For the family of Honorable Chief Minister. Okay. Of course, he is party to it and he is getting a commission also, he said. Because of which, he also decided that he has to put in his VRS. Okay. Because selling database of human beings of Kerala is not a small game. Okay. It will come out a day. He was literally scared. അത് കഴിഞ്ഞ് അത് വിവാദമായപ്പോൾ എൻ്റെ വീട്ടിൽ വെച്ചാണ് ലോയേഴ്സ്, ഡൽഹിയിലെ ലോയേഴ്സ്, റിട്ടയർഡ് ജഡ്ജസുമായിട്ട് പോയിന്റ്സ് ഡിസ്കസ് ചെയ്യുന്നതും പഠിക്കുന്നതും എല്ലാം. ഐ ഹാവ് മോർ ഡീറ്റെയിൽസ് അബൌട്ട് ഓൾ ദിസ്. അതിനുശേഷമാണ് ഈ സ്വർണ്ണക്കടത്തും വിവാദമൊക്കെ ഉണ്ടാവുന്നത് അല്ലേ? അതെ അതെ. ഓക്കെ ഓക്കെ. അവിടെ വെച്ചാണ് ഇതെല്ലാം. ഹി ടോൾ മി, ആ സമയത്ത് ഹി ടോൾ മി സ്പേസ് പാർക്കിൽ നിന്ന് ഒരു പക്ഷേ മാറ്റേണ്ടി വരും, റിസൈൻ ചെയ്യേണ്ടി വരും. ബിക്കോസ് ശിവശങ്കർ സാറിൻ്റെ പേര് പുറത്ത് വന്നു കഴിഞ്ഞല്ലോ. അപ്പോൾ അന്വേഷണമൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ദെൻ അൺനെസസറിലി ഇറ്റ് വിൽ എഫക്റ്റ് മീ. അൺനെസസറിലി മീൻസ് ഈ വക കാര്യങ്ങളെല്ലാം കൂടി പൊങ്ങി വരുമല്ലോ. അപ്പോൾ ദെൻ ഹി ടോൾ മീ, ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ പറഞ്ഞു നമുക്ക് നോക്കാം. ബിക്കോസ് ആസ് യു സെഡ് സിസ്റ്റം ഇസ് ഇൻ ദിയർ ഹാൻഡ്സ്. ഇതിലൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, മറ്റ് മിനിസ്റ്റേഴ്സുമായിട്ടൊക്കെ എനിക്ക് ബന്ധമുണ്ടെങ്കിലും ex-minister Shailaja teacher, she is a woman of elements. Okay. She is a mother. Okay. എന്താ ഉദാഹരണം? She really worked hard for Kerala, being a health minister. അവരുടെ ഹൃദയത്തിൻ്റെ ആ ഇടുപ്പ്, അവരുടെ ആ പൾസ് ഞാൻ മനസ്സിലാക്കിയത് കൊറോണ സമയത്ത്. ഇവിടുത്തെ കുറേ മലയാളീസ് അവിടെ പെട്ടുപോയി. ദി ഡോണ്ട് നോ, നോ ക്യാമ്പ്, നോ ഫുഡ്, നത്തിങ്. ഡേ ആൻഡ് നൈറ്റ് 2 o'clock ഓൾസോ ഷീ ഹാസ് കോൾഡ് മീ വിത്ത് എ ലോട്ട് ഇമ്മെൻസ് സിമ്പത്തി. സ്വപ്ന എന്തെങ്കിലും ചെയ്യൂ സ്വപ്ന, അവിടെ പെട്ട് കിടക്കുകയാണ്. ഹർ സൺ വാസ് ദെയർ, ഷീ ഡിഡ് നോട്ട് ബോദർ. ഷീ സെഡ് എൻ്റെ മോൻ മാക്സിമം ഹെൽപ്പ് ചെയ്യും.
നമ്മളുടെ ആൾക്കാരെ എങ്ങനെയെങ്കിലും ഒന്ന് എത്തിക്കാൻ പറ്റുമോ? അവർക്ക് വേണ്ട മെഡിക്കൽ സഹായം എങ്ങനെയെങ്കിലും എത്തിക്കാൻ പറ്റുമോ? ഈ മിനിസ്റ്റർ അന്നായിരുന്ന ശൈലജ ടീച്ചർ ഓപ്പൺ ഫൈറ്റ് നടത്തി ശിവശങ്കർ സാറുമായിട്ട് സ്പ്രിങ്ക്ലറിനെ പറ്റി. ഈ സ്പ്രിങ്ക്ലറിൽ ഹ്യൂമൻ ഡേറ്റാബേസിനെ വിൽക്കുന്നു എന്ന് ശൈലജ ടീച്ചർ അറിഞ്ഞപ്പോൾ ഷീ റേസ്ഡ് വോയിസ്. ഇനി മാഡം സമ്മതിക്കില്ലായിരിക്കാം, ബിക്കോസ് ഇറ്റ്സ് ഡേഞ്ചർ മേ ബി, ഐ ഡോണ്ട് നോ. ബട്ട് ശിവശങ്കർ സാർ വളരെ ദേഷ്യത്തോടെ ഇത് എൻ്റെ വീട്ടിൽ വന്ന് അവതരിപ്പിച്ചു. എൻ്റെ വീട്ടിലുള്ളവരൊക്കെ അറിഞ്ഞതാണ്. ഇഫ് യു ആസ്ക് മൈ ലിറ്റിൽ ബോയ്, ഹി വിൽ ഓൾസോ ടെൽ യു ദാറ്റ് ഐ ഹവ് ഹേർഡ് ദിസ് ശിവശങ്കർ അങ്കിൾ വന്നിങ്ങനെ പറഞ്ഞു. ബിക്കോസ് ഭയങ്കര ദേഷ്യത്തോടെയാണ് പുള്ളിക്കാരത്തിയുടെ ത്തുള്ള ആ ഫീലിങ്സ് പ്രകടിപ്പിച്ചത്. ഒരുപക്ഷെ ശൈലജ ടീച്ചറിനെ ഇപ്പോൾ ഇത്തവണ ഒഴിവാക്കിയതിന് പിന്നിൽ പോലും ആ ഒരു വാശി കാണും അല്ലേ? I'm not interested in saying something about, yeah, because let me be genuine. Whatever I'm saying is genuine. അതിനെ നമ്മൾ വേറൊരു ലെവലിലോട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇത് പോകും. ഇതുപോലെ മറ്റേ ഇപ്പോൾ ഈ സ്വർണ്ണക്കടത്ത് മാറ്റി വെച്ചിട്ട് ശിവശങ്കർ ഇൻവോൾവ് ഉള്ള മുഖ്യമന്ത്രിക്ക് വേണ്ടി എന്തരത്തിലുള്ള മറ്റ് ഇടപാടുകൾ ഓർമ്മയിലുള്ളത്? കുറേ ഒരുപാടുണ്ട്, പറയാം. ഒരുപാടുണ്ട്. പക്ഷെ അടുത്ത് ഞാൻ അവസാനമായിട്ട് ഒരെണ്ണം കൂടി പറയാം. K-Phone. ഓക്കെ. ഈ K-Phone പദ്ധതി എന്താണ്? നമ്മളെപ്പോലെയുള്ള പാവപ്പെട്ട ജനങ്ങൾ, അല്ലെങ്കിൽ എന്നെക്കാളും പാവപ്പെട്ട ജനങ്ങൾക്ക് ഇൻ്റർനെറ്റ് ഇല്ലേ? മനസ്സിലായി. ഇറ്റ്സ് കോമൺ സെൻസ്. ഇത്രയും കോടി ലക്ഷം രൂപ മുടക്കി ഫൈബർ ഓപ്റ്റിക്കൽ നെറ്റ്വർക്ക് കേരളത്തിൽ കൊണ്ടുവരുമ്പോഴത്തേക്കും അതിൻ്റെ പിന്നിൽ എന്തോ ജയശങ്കർ എന്ന് പറയുന്ന എൻ്റെ എക്സ് ഹസ്ബൻഡ് അതിലാണ് ജോലി ചെയ്തത്. ഹീ ഹാസ് ടോൾഡ് മെനി തിങ്സ് വെൻ ഹി കെയിം ഹോം. ഇത് ഭയങ്കരമായ ഒരു മാഫിയാണ്. ഇത് എല്ലാ വീട്ടിലും ഇത് ചെല്ലുക എന്ന് പറയുന്നത് ഇറ്റ്സ് ഡേഞ്ചർ. യു ആർ ഗെറ്റിംഗ് ഓൾ ദ ഡീറ്റെയിൽസ് ഓഫ് ഈച്ച് ഹൗസ് ഹോൾഡ്. കറക്റ്റ്? പേരെന്തുവാ? ഫ്രീ ഇൻ്റർനെറ്റ്. മനസ്സിലായി. എത്ര കോടി രൂപയാണ് കമ്മീഷൻ വാങ്ങിച്ചിട്ട് ഈ ടെൻഡർ കൊടുക്കുന്നത്? ഇത് മുഖ്യമന്ത്രി കുടുംബത്തിന് തന്നെയാവാം അതിൻ്റെ ഗുണം ഉണ്ടാകുന്നത്. Find out, please. Please find out. Who is doing it? You will get the answer. Who is involved? So where is Kerala going? Where are we now? If you take the internet in our house, everything can be trapped. All details can be trapped. We are exposed. ചെറിയ ഒരു കുടുംബം, ഒരു 500 rupees ഒരു ദിവസം ജീവിക്കുന്ന ആ കുടുംബത്തിൻ്റെ വീട്ടിലെ എല്ലാ ഡീറ്റെയിൽസും ഈ ഫൈബർ നെറ്റ്വർക്ക്, ഈ ഇൻ്റർനെറ്റ് വഴി കഴിഞ്ഞില്ലേ, പോയില്ലേ, തീർന്നില്ലേ? സ്വകാര്യ കമ്പനികളാണ്, ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട്. അവരൊന്നും ഒരിക്കലും നമ്മൾ വേറൊരു പ്രൈവറ്റ് കമ്പനി എടുക്കുന്നെങ്കിൽ അതിനൊരു അവർക്കൊരിക്കലും ഡാറ്റ എടുത്തോണ്ട് പോകാൻ പറ്റത്തില്ല. ദേ ആർ അണ്ടർ കൺട്രോൾ. ഇവിടെ ആകുമ്പോൾ സർക്കാരാണല്ലോ അല്ലേ? ഇറ്റ്സ് ഓവർ. യു ആർ ഓവർ. ദർ ഇസ് നോ സെക്യൂരിറ്റി. വി ആർ ഇൻ ദിയർ ഹാൻഡ്സ്. എയർപോർട്ടിൽ അദാനി ഗ്രൂപ്പിനെ കൊണ്ടുവന്നതാരാ? ഐ വാസ് ഷോക്ക്ഡ് വെൻ ഐ went through one news that Honorable Chief Minister is against the Adani Group taking over the international airport. I asked Shivshankar sir, but you guys are bringing the Adani Group. You offered me a very important position in the airport. And he was telling me, these are all politics. Think about the commission then. Shivshankar sir gets personal invitation for Ambani family daughter's wedding. Okay. What does that mean? You are a Keralite. Will he get a personal invitation from a minister's house? You can, I mean, Ambani, you know, they are the richest people of India, or maybe in the world. Yeah. So, in this short interview, I would like to tell you that it's not just a gold smuggling case. Gold smuggling case is just a small thing. There are so much to come. So much to come. I would only request the people of Kerala to just realize what are they choosing. They are choosing all this. Yeah. They are putting themselves in trouble. Don't do that. Don't think with your heart. Think with your brain. Because we may die today,
What about our children? They have to go. We are putting them in danger now. Our children, our future generation is in trouble. Because ഇതെന്ന് പറയുന്നത് ഇനി അടുത്ത ഏത് റൂളിംഗ് പാർട്ടി വന്നാലും ദിസ് പ്രോസസ് ഇനിഷ്യേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ദാറ്റ് ഹാസ് ടു ബി കംപ്ലീറ്റഡ് ആസ് എ പാർട്ട് ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് കേരള. But the money is already made and these people will vanish. And our database is in trouble. ശരിക്കും പറഞ്ഞൊരു മാഫിയ തലവനായിരുന്നു ശിവശങ്കർ. പിന്നീടാണ് അതിന്റെ സീരിയസ്നെസ് തിരിച്ചറിയുന്നത്. അത് he is actually working for whom? Okay. അതിന് പറ്റിയ ആളെ കണ്ടെത്തി. So he is so everybody said Swapna Suresh is the master brain, prime accused. Shivshankar is the master brain. ശിവശങ്കർ സാറിന് വേണ്ടി ഞാൻ ഒരുപാട് എന്ന് വെച്ചാൽ ശിവശങ്കർ സാറിൻ്റെ ഓഫീസിന് വേണ്ടി അല്ലെങ്കിൽ IT കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാ പേരും ചോദിച്ചു വന്ന് ഈ ശിവശങ്കർ രാത്രി എന്തുവാ സ്വപ്ന സുരേഷിൻ്റെ വീട്ടിൽ ചെയ്യുന്നത്. ഈ ശിവശങ്കർ ആരോടും പദ്ധതിയില്ലാതെ സംസാരിക്കില്ല. യു ക്യാൻ ഗോ ത്രൂ മൈ ഫോൺ മെസ്സേജസ് ഇഫ് അറ്റ് ഓൾ യു ഗെറ്റ് ദാറ്റ് വൺ അറ്റ് ലീസ്റ്റ് സം ടൈം ഫ്രം ദ കസ്റ്റഡി. He talks only about Paddadi. Okay. He is a gentleman who can consume ideas. No. He can consume stuff that can stimulate senses, sit and listen like an iron about Paddadis, and next day morning by 10 or 11 the note is ready for me. He sends it to me for reference. He's that kind of a character. Eccentric, extremely shrewd. He's sitting in sports council. I know what he's doing there also. He's sitting there ഒരു low profile, but he's handling all these things. നാഷണൽ ഗെയിംസിന്റെ സമയത്തൊക്കെ അല്ലേ? നാഷണൽ ഗെയിംസ് ഇപ്പൊ സ്പോർട്സ് കൗൺസിൽ അല്ലേ? നാഷണൽ ഗെയിംസിലായിരുന്നു. നാഷണൽ ഗെയിംസിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് he has told me. പിന്നെ ഒരു കാര്യം പറയാം. ഐ എം സോറി ദാറ്റ് ഐ എം ബിട്രേയിങ് ഹിം നൗ. ബിക്കോസ് ആള് മനസ്സ് തുറന്ന കാര്യങ്ങളാണല്ലോ ഇതെല്ലാം. പറയാൻ പാടില്ലല്ലോ. ഇത് ഗോൾഡ് സ്മഗ്ലിങ്ങുമായിട്ട് റിലേറ്റഡ് അല്ലാത്തതുകൊണ്ട് പറഞ്ഞാൽ ഐ നോ എ ലോട്ട് ആൻഡ് മച്ച് മോർ. ഹി ഹാസ് ഷെയർഡ് documents, evidences with me. Because somewhere he doesn't trust everybody blindly. We are all sold. ഈ പണമൊക്കെ എങ്ങനെയാണ്, ഇതിൻ്റെ കമ്മീഷനൊക്കെ എങ്ങനെയായിരിക്കും? വിദേശത്തായിരിക്കുമോ കൈപ്പറ്റുന്നത്? ഇവരുടെ ഈ വലിയ ഇടപാട് ഫോൺ ആണെങ്കിലും സ്പ്രിംഗ്ലർ ആണെങ്കിലും ഇതിൻ്റെയൊക്കെ ഇത് നേരിട്ട് കൈപ്പറ്റാൻ പറ്റത്തില്ലല്ലോ. 100% വെളിയിലല്ലേ? വെളിയിലാണ് കൈപ്പറ്റുന്നത്. അതാണ് ഈ UAE-ആയിട്ടുള്ള ഈ ബന്ധത്തിൻ്റെ പ്രധാന കാരണം അല്ലേ? ഈ വിദേശയാത്രയൊക്കെ പിന്നീട് ഇത് കാണുമായിരിക്കും. അതൊക്കെ ഇങ്ങനെ നിങ്ങൾ അന്വേഷിക്കും. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് എന്തെങ്കിലും തരത്തിൽ ഇൻവോൾവ്മെന്റ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ ഈ ഇടപാടുകളിൽ? കാരണം അതൊരു IT കമ്പനിയാണല്ലോ. എനിക്ക് തോന്നേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെയാണ്. എനിക്ക് തോന്നേണ്ട ആവശ്യമില്ലല്ലോ. ജനങ്ങൾ മനസ്സിലാക്കി. നമ്മൾ ജനങ്ങളല്ല. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഒരു മാധ്യമ പ്രവർത്തകനായിട്ടല്ല. യു ആർ ഓൾസോ സോൾഡ്. ഓക്കെ. I am sold. Everybody around us is sold. We are not realizing it. For whose company, what? It's all self-explanatory. മുമ്പ് ഒരിക്കലും ഇതൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. എന്തുകൊണ്ട് അവർ സ്പ്രിംഗ്ലർ പെട്ടെന്ന് വെച്ച് നിർത്തി? They knew they'll get caught. Okay. അത് ഒഴിവാക്കാൻ വേണ്ടി പെട്ടെന്ന്. Can you imagine? അന്ന് ശിവശങ്കർ സാർ പറയുന്നു PP കിറ്റ് പോലും they were trying to do business. PP kit. ഇതെല്ലാം മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണെന്നാണ് ശിവശങ്കർ പറയുന്നത്. ഇതിൻ്റെ ലാഭം മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോ എന്നാണ് പറയുന്നത്. അല്ല അങ്ങനെയാണ് സ്വപ്നയോട് പറഞ്ഞത്. Of course. അങ്ങനെയാണ് ശിവശങ്കർ പറഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷെ ശിവശങ്കർ പേഴ്സണലി ഒരുപാട് ലാഭം കൊണ്ടുപോയി കാണത്തില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ഈ ക്രൈസ് ഇതിങ്ങനെ ചെയ്ത് നേടിയെടുക്കുന്നതിനൊരു ക്രൈസ് ആയിരിക്കും അല്ലേ? He is eccentric. Okay. He is an intelligent, eccentric fellow. മനസ്സിലായി. I wouldn't say he's normal. Okay. He's completely an abnormal brain. He is not easy. I'm telling you the truth. And he will only mingle with people who has stuff. അല്ലാതെ ആരോടും
He will not go era gera. Era geron ke saath nahi jata wo. I don't know if you understand. I don't know how to say that in Malayalam. Again, I'm saying era geron ke saath wo kabhi nahi jata. Social drinking nahi karta. Means he does not do social drinking, social activities because he's an intelligent, eccentric brain. സ്വപ്നയുടെ വീട്ടിൽ വന്നിട്ട് മദ്യപിച്ച് ബഹളം വെക്കായിരുന്നൊക്കെയാണ് പത്രങ്ങളെ വാർത്ത വന്നത്. ബഹളമൊന്നും വെച്ചിട്ടില്ല. അങ്ങനത്തെ ലെവലിൽ താഴോട്ട് പോകത്തില്ല. അങ്ങനെ പോകുന്ന ആളല്ല. ഈ KGF പറയും താഴത്തിൽ. എൻ്റെ മോൻ എപ്പോഴും പറയും he doesn't do all that. He doesn't do all that. If he comes to my house to drink, he has a paddhati behind that. ഓക്കെ. അതിൻ്റെ ഇടയിൽ ഡ്രിങ്ക് ചെയ്യുന്നു. Yes, to get us into confidence. എൻ്റെ വീട്ടിൽ വരുമ്പോൾ he has a topic related to Middle East, related to business. അതിനേ വരത്തുള്ളൂ. ഇനി സ്വപ്നെ ഇത്രയും വിശ്വസിച്ച് സ്വപ്നയോട് തന്നെ ചർച്ച ചെയ്യാൻ കാരണം എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, he will only deal with people who has stuff. ഓക്കെ. കാര്യങ്ങൾ മനസ്സിലാവണം, ഹെൽപ്പ് ചെയ്യണം അല്ലേ? And use my influence and power. ഓക്കെ. Get things done. Not get things done after 2 years or 3 years. Get things done like this. ഇതൊന്നും വെളി വന്നിട്ടില്ല, വരാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്നു. അതിനുള്ള അന്വേഷണം നടന്നാൽ വെളി വരെ വരാതിരിക്കെ ഇതാണ് യാഥാർത്ഥ്യം. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ ചുറ്റും. മുഖ്യമന്ത്രിയുടെ മകളോടോ ഭാര്യയോടോ നേരിട്ട് ഇത് സംസാരിക്കാൻ ഒന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ ആവശ്യം ഭാര്യയോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അവരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് അതൊക്കെ 164 സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ്. അത് ഐ വുഡ് നോട്ട് ഡിസ്ക്ലോസ്. ഈ 164 സ്റ്റേറ്റ്മെന്റ് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട അക്യൂസേഷനുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ്. Of course. It's regarding my case, purely regarding my case. But I just told you, ഇത്രമാത്രം ഇവർ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു പബ്ലിസിറ്റി സ്റ്റണ്ട് ചെയ്യാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് പൊളിറ്റിക്കൽ അജണ്ടയൊന്നുമില്ല. എന്തായാലും ഇങ്ങനെ തുറന്നു പറഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. വളരെ സത്യസന്ധമായാണ് സ്വപ്ന സംസാരിക്കുന്നത്. കേൾക്കുന്നവർക്കൊക്കെ മനസ്സിലാവും. നിയമപോരാട്ടം തുടരുക, ഭയപ്പെടാതിരിക്കുക. സ്വപ്ന ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായി ചില കുറ്റങ്ങൾ ചെയ്തു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ അത് സ്വപ്ന മാത്രം അനുഭവിക്കേണ്ടതല്ല. അതിനേക്കാൾ പ്രധാനപ്പെട്ടത്, ഈ സ്വർണ്ണക്കടത്തിനേക്കാൾ പ്രധാനപ്പെട്ടത് കേരളം വിൽക്കപ്പെടുന്നു, അല്ലെങ്കിൽ കേരളം ഒരു മാഫിയായിട്ട് പിടിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ പോരാട്ടത്തിന് ഒപ്പം ഞങ്ങളുണ്ട്, കേരളീയ സമൂഹമുണ്ട്. ഭയപ്പെടാതെ മുമ്പോട്ട് പോകുക. ആർക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. സത്യത്തിൻ്റെ കവചം അത്രയ്ക്ക് ശക്തമാണ്. അഭിവാദ്യങ്ങൾ. താങ്ക് യു.